ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3-phase ഇൻഡക്ഷൻ മോട്ടറാണ്. എല്ലാ മോട്ടറിനെ പോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറിനും മെയിൻ ആയിട്ട് വരുന്ന രണ്ട് പാർട്സ് ആണ്, സ്റ്റേറ്ററും റോട്ടറും. നമുക്ക് ആദ്യം സ്റ്റേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് സിങ്ക്രണസ് മോട്ടർ അല്ലെങ്കിൽ ജനറേറ്ററിന്റെ സ്റ്റേറ്ററിന് സിമിലർ ആണ്. ലാമിനേറ്റഡ് സ്റ്റാമ്പിങ്സ് ഉണ്ടായിരിക്കും, അതുപോലെ വൈൻഡിങ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ 3-phase പവർ സപ്ലൈ 3-phase വൈൻഡിങ്ങിലേക്കാണ് കൊടുക്കുന്നത്, സ്റ്റേറ്ററിലേക്ക്. നമുക്കറിയാം, അങ്ങനെ സ്റ്റേറ്റർ എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അതൊരു സിങ്ക്രണസ് സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. സിങ്ക്രണസ് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, Ns=120F/P. അപ്പൊ ലോവർ നമ്പർ ഓഫ് പോൾസ് ആണ് വരുന്നതെങ്കിൽ ഹയർ ദ സ്പീഡ് വിൽ ബി. ഓക്കെ, ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി ടൈപ്സ് ഓഫ് റോട്ടർ ആണ്, നമുക്ക് രണ്ട് ടൈപ്പ് റോട്ടർ ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്, സ്ക്വിറൽ കേജ് റോട്ടറും ഫേസ് വൗണ്ട് റോട്ടറും. അപ്പൊ ആദ്യം നമുക്ക് സ്ക്വിറൽ കേജ് റോട്ടർ എന്താണെന്ന് നോക്കാം. സ്ക്വിറൽ കേജ് റോട്ടർ ആണ് നമ്മൾ മിക്ക കേസിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു 90% ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നതും സ്ക്വിറൽ കേജ് റോട്ടർ ആയിരിക്കും. സ്ക്വിറൽ കേജ് റോട്ടർ ടൈപ്പ് ആയിരിക്കും. ആ സ്ക്വിറൽ കേജ് റോട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡക്ഷൻ മോട്ടോറിനെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് നമ്മൾ പറയും. അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, റഗ്ഡ് ആണ്, നിയർലി ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഇത് മൂന്നാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി റോട്ടോറിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ റോട്ടോർ ഒരു സിലിണ്ട്രിക്കൽ ലാമിനേറ്റഡ് കോർ ആയിരിക്കും. അതില് ഹെവി ബാർസ് വെക്കാനുള്ള സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ഈ ഹെവി ബാർസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക കോപ്പർ, അലുമിനിയം അല്ലെങ്കിൽ അതിന്റെ അലോയ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഈ ബാർസ് എൻ സൈഡില് എൻഡ്രിങ് വെച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ആഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ബാർസ് എല്ലാം കൂടെ സ്ലോട്ട്സിൽ വെച്ചതിന് ശേഷം ഒരുമിച്ച് എൻഡ്രിങ്സ് വെച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സ്റ്റേണലി ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ് കൺട്രോളിന് പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ ഈ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ സ്ലോട്ട്സ് ഉണ്ടായിരിക്കും, സിലിണ്ടറിക്കൽ ലാമിനേറ്റഡ് കോറിൽ സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ഈ സ്ലോട്ട്സ് എന്ന് പറഞ്ഞത് സ്ലൈറ്റ്ലി സ്ക്യൂഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് സ്ലൈറ്റ്ലി സ്ക്യൂഡ് ആയിട്ട് വെക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഹമ്മിങ് റെഡ്യൂസ് ചെയ്യുക, അതായത് ക്വയറ്റർ ആയിട്ടുള്ള ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഹമ്മിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ റോട്ടർ ലോക്കിംഗ് ടെൻഡൻസി, സിങ്ക്രണസ് സ്പീഡിൽ തന്നെ പോയി റോട്ടർ സ്റ്റേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഫ്ലക്സുമായിട്ട് ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് സ്ലൈറ്റ്ലി സ്ക്യൂഡ് ആയിട്ട് നമ്മൾ ഈ സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് റോട്ടർ എന്ന് പറയുന്നത് ഫേസ് വൗണ്ട് റോട്ടർ ആണ്. ഫേസ് വൗണ്ട് റോട്ടർ തന്നെയാണ് സ്ലിപ്പ് റിംഗ് റോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലും ഓൾട്ടർനേറ്റേഴ്സിലെ പോലെ തന്നെ 3-phase ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. സ്റ്റേറ്ററിന്റെ റോട്ടറിന്റെ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സ്റ്റേറ്ററിന്റെയും റോട്ടറിന്റെയും നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റർ 2-phase ആയാൽ പോലും റോട്ടർ എന്ന് പറയുന്നത് 3-phase തന്നെയാണ് എപ്പോഴും. ഓക്കെ, എക്സ്റ്റേണലി സ്റ്റാർ കണക്റ്റഡ് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അഡീഷണൽ റോട്ടർ റെസിസ്റ്റൻസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുവഴി സ്റ്റാർട്ടിങ് ടോർക്ക്, അതുപോലെ സ്പീഡ്, കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ എക്സ്റ്റേണൽ റിയോസ്റ്റാറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. നോർമൽ റണ്ണിങ് കണ്ടീഷൻസിലാണെങ്കിൽ സ്ലിപ്പ് റിംഗ് മോട്ടോർ എന്ന് പറയുന്നത് ഇറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ സ്ക്വിറൽ കേജ് റോട്ടർ. നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ നോക്കാം. മോട്ടർ ആണ്, അപ്പൊ എന്താണ്, ഇലക്ട്രിക്കൽ പവറിനെ മെക്കാനിക്കൽ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. DC മോട്ടോറിന്റെ കേസിൽ നമ്മൾ പഠിച്ചപ്പോ പവർ ഡയറക്ട്ലി നമ്മൾ ബ്രഷസും കമ്മ്യൂട്ടേറ്റേഴ്സും യൂസ് ചെയ്തുകൊണ്ട് റോട്ടറിലേക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പവർ സപ്ലൈ. അതുകൊണ്ട് അതിനെ കണ്ടക്ഷൻ മോട്ടോഴ്സ് എന്നും വിളിക്കും.
പക്ഷേ AC മോട്ടോഴ്സിന്റെ കേസിൽ ഇൻഡക്ഷൻ വഴിയാണ് റോട്ടർ പവർ റിസീവ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ സെക്കൻഡറി ഓഫ് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് അതുപോലെ. അതുകൊണ്ട് തന്നെ AC മോട്ടോഴ്സിനെ നമുക്ക് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് വിളിക്കാം. DC മോട്ടോഴ്സ് ആയിരുന്നപ്പോ കണ്ടക്ഷൻ മോട്ടോഴ്സ് ആണെങ്കിൽ AC മോട്ടോഴ്സിൽ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് പറയാം റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ പോലെ ബിഹേവ് ചെയ്യുന്നു എന്ന് പറയാം. അതിന്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് അഥവാ പ്രൈമറി എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും, റോട്ടർ എന്ന് പറയുന്നത് സെക്കൻഡറി റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, സിംപ്ലിസിറ്റിയും റിലയബിലിറ്റിയും കാരണം ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഈ ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഈ ഇൻഡക്ഷൻ മോട്ടോറിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമ്മൾ സ്ക്വിറൽ കേജ് പഠിച്ചപ്പോൾ തന്നെ പഠിച്ച പോയിന്റ് ആണ്, സിമ്പിൾ ആണ്, റഗ്ഡ് കൺസ്ട്രക്ഷൻ ആണ്. അതുപോലെ സ്ക്വിറൽ കേജ് ആയിരിക്കുന്നപ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. അതുപോലെ ലോ കോസ്റ്റ് ആണ്, ഹൈലി റിലയബിളും ആണ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഹൈലി എഫിഷ്യന്റ് ആണ്, ഗുഡ് പവർ ഫാക്ടർ ഉണ്ട്, ബ്രഷസ് ഇല്ല. നമ്മൾ പറഞ്ഞു ബ്രഷസും കമ്മ്യൂട്ടേറ്ററും യൂസ് ചെയ്തിട്ടായിരുന്നു. DC മോട്ടോറിന്റെ കേസിൽ കണ്ടക്ഷൻ വഴിയായിരുന്നു റോട്ടർ എനർജൈസ് ചെയ്തിരുന്നത്. പക്ഷേ AC മോട്ടോഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇൻഡക്ഷൻ വഴിയാണ്. അതുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്നും പറഞ്ഞു. അതായത് ബ്രഷ് ഇല്ല, ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ലോസസ് കുറവായിരിക്കും, ലോ മെയിൻ്റനൻസേ ആവശ്യമായിട്ട് വരുള്ളൂ. അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെൽഫ് സ്റ്റാർട്ടിങ്. സെൽഫ് സ്റ്റാർട്ടിങ് ആണ്, എക്സ്റ്റേണൽ സ്റ്റാർട്ടറോ സിങ്ക്രണൈസേഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. സെൽഫ് സ്റ്റാർട്ടിങ് ആണ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. സിങ്ക്രണസ് മോട്ടോറിന്റെ കേസിലായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. അതുകൊണ്ട് ഈ സിങ്ക്രണസ് സ്പീഡിന്റെ നിയറിലേക്ക് നമുക്ക് ബൈ എക്സ്റ്റേണൽ മീൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്പീഡ് എത്തിച്ചു കൊടുക്കണം അല്ലെ. ആ ഒരു കേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ ആവശ്യമില്ല, കാരണം ഇറ്റ് ഈസ് സെൽഫ് സ്റ്റാർട്ടിങ്. പിന്നെ ഈസി സ്റ്റാർട്ടിങ് അറേഞ്ച്മെന്റ് ആണ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്ക്വിറൽ കേജ് മോട്ടോറിന്റെ കേസിൽ. ഇതൊക്കെയാണ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യും. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് DC ഷണ്ട് മോട്ടോറിനെ പോലെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഷണ്ട് മോട്ടോറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലോവർ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണെന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. നമുക്ക് വർക്കിംഗ് ഒന്ന് പറയാം, ഓർഡറിൽ എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മൾ 3 ഫേസ് സപ്ലൈ എവിടേക്ക് കൊടുക്കും, സ്റ്റേറ്റർ വൈൻഡിങ്സിലേക്ക് കൊടുക്കും. ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഫ്ലക്സ് എയർ ഗ്യാപ്പിൽ കൂടെ പാസ് ചെയ്യും, റോട്ടർ കണ്ടക്ടേഴ്സിനെ കട്ട് ചെയ്യും. റോട്ടർ കണ്ടക്ടേഴ്സ് ഇനീഷ്യലി സ്റ്റേഷനറി ആയിരിക്കും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഫ്ലക്സ് ആൻഡ് റോട്ടർ കാരണം EMF ഇൻഡ്യൂസ്ഡ് ആവും. ഈ EMFന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ഈക്വൽ ടു സപ്ലൈ ഫ്രീക്വൻസി. ഇന്ന് നമുക്ക് അറിയുന്ന പോലെ റോട്ടർ കണ്ടക്ടേഴ്സ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് റോട്ടർ കറന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ റോട്ടർ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ കോസിനെ, അതായത് ലെൻസസ് ലോ അനുസരിച്ച് പഠിച്ച പോലെ അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. ഫ്ലക്സും റോട്ടറും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ ആണ് പ്രൊഡക്ഷൻ ഓഫ് കറണ്ടിന് കാരണം. അപ്പോൾ റിലേറ്റീവ് മോഷന് ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. റോട്ടർ റിലേറ്റീവ് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റിംഗ് ഫ്ലക്സിന്റെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ പഠിക്കാനുള്ള ഒരു പാരാമീറ്റർ ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് റോട്ടർ എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. പക്ഷെ അത് ഒരിക്കലും ഈക്വൽ ആവില്ല. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഇല്ലാതാവും. EMF ഇൻഡ്യൂസ് ചെയ്യില്ല, കറണ്ട് ഉണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവില്ല. there will be no rotation, right? അതുകൊണ്ട്
എപ്പോഴും സിങ്ക്രണസ് സ്പീഡിനേക്കാളും കുറവായിരിക്കും റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ്, റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ സിങ്ക്രണസ് സ്പീഡ് ആയിരിക്കും. NS എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക്രണസ് സ്പീഡ് ആണെന്ന് വിചാരിക്കുക. റോട്ടറിന്റെ സ്പീഡ് N എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ N വിൽ ബി ഓൾവേസ് ലെസ് ദാൻ NS. അപ്പൊ നമുക്ക് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ പറ്റുമല്ലോ, അതിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് സിങ്ക്രണസ് സ്പീഡ് ആൻഡ് സ്പീഡ് ഓഫ് റോട്ടർ. ഓക്കെ, അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടാണ് സാധാരണ എഴുതുന്നത്. അതുകൊണ്ട് പെർസെൻറ്റേജിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് NS മൈനസ് N ഡിവൈഡഡ് ബൈ NS ഇൻറ്റു 100% ആണ്. പെർസെൻറ്റേജ് സ്ലിപ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കുക. ജസ്റ്റ് ഡിഫറൻസ് ആയിട്ടും പറയാറുണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ NS മൈനസ് N ഡിവൈഡഡ് ബൈ NS ഇൻറ്റു 100% എക്സ്പ്രസ് ചെയ്യാറുണ്ട് സ്ലിപ്പിനെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പീഡിനെ NS മൈനസ് N എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്ലക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, റൊട്ടേറ്റിംഗ് ഫ്ലക്സ് സിങ്ക്രണസ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. അപ്പൊ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു സ്പേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് മൂവ് ചെയ്യുന്നത് എന്തിലാണ്? സിങ്ക്രണസ് സ്പീഡിലാണ്. അതേസമയം റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് സ്പീഡ് N-ലാണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു റോട്ടർ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലിപ്പ് സ്പീഡ് ആയിരിക്കും. അതായത് സിങ്ക്രണസ് സ്പീഡ് മൈനസ് ഈ സ്പീഡ് ചെയ്തായിരിക്കും, സ്പീഡ് ഓഫ് റോട്ടർ ചെയ്തതായിരിക്കും അല്ലെ. കറക്റ്റ് അല്ലെ? അപ്പോ ആ ഒരു പോയിന്റും കൂടെ ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കില് ഏതെങ്കിലും ടോപ്പിക്കില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.